ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം മുഴുവൻ മന്ത്രി സജി ചെറിയാനായിരുന്നു. ഭരണഘടനയുടെ അനാദരവ് പുലർത്തിയെന്ന ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. മന്ത്രി രാജിവെക്കണം എന്ന രീതിയിലുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്, ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഭരണഘടന അനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി ഭരണഘടനയോട് ആദരവ് പുലർത്തിയില്ലെങ്കിൽ രാജി അല്ലാതെ മറ്റൊരു വഴിയുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉയരുന്ന വേളയിൽ നമ്മൾ തുടങ്ങുന്നു പ്രൈം ടൈം വിത്ത് SKN. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ മുഴുവൻ വാർത്തകൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നാളെയുള്ള സാധ്യതകൾ, നാളത്തെ പ്രിക്കോഷൻസ് എല്ലാം 1.5 മണിക്കൂറിൽ നമ്മൾ അറിഞ്ഞതിനപ്പുറമുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ പ്രൈം ടൈമിൽ പരിശോധിക്കുന്നു. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടരുകയാണ്. നീതിക്കായി പോരാട്ടം. അതെ, പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു വി സജീവിൻ്റെ മരണത്തിൽ 3 സഹപാഠികളെന്ന് പോലീസ് കസ്റ്റഡിയിലായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. കുടുംബം ആരോപണം ഉന്നയിച്ച 3 പെൺകുട്ടികൾക്കെതിരെയാണ് ഇന്ന് പോലീസ് പരാതി സ്വീകരിക്കുകയും അവരെ കസ്റ്റഡിയിലെടുത്തതും. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ചുമത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് AV ജയശങ്കർ തത്സമയം ചേരുന്നു. ജയശങ്കർ, വിശദാംശങ്ങൾ. SKN, എനിക്ക് പിന്നിൽ കാണുന്ന ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ പോലീസ് എടുത്ത 3 പേരുമുണ്ട്. അമ്മുവിൻ്റെ 3 സഹപാഠികളാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. അഞ്ജന മധു, അലീന ദിലീപ്, AT അക്ഷിത എന്നിങ്ങനെ 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2 പേർ കോട്ടയം സ്വദേശിനികളും ഒരാൾ കൊല്ലം പത്തനാപുരം സ്വദേശിനിയുമാണ്. ഇവരെ ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് കസ്റ്റഡി എന്നൊരു തീരുമാനത്തിലേക്ക് കടന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പത്തനംതിട്ട പോലീസ് ജില്ല വിട്ട് പുറത്തുപോയി അതീവ രഹസ്യമായി ഈ 3 പേരെയും കസ്റ്റഡിയിലെടുക്കുക എന്ന ദൗത്യത്തിലേക്ക് കടന്നത്. വീട്ടുകാരുടെ മൊഴി, കോളേജ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലെ റിപ്പോർട്ട് എന്നിവയിൽ നിന്നെല്ലാം തന്നെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മുവിൻ്റെ മരണത്തിൽ പ്രാഥമികമായി ഇവർക്ക് പങ്കുണ്ട് എന്നാണ് നിലവിൽ പോലീസിൻ്റെ നിഗമനം. ഇവർക്കെതിരെ 3 പേർക്കെതിരെയും പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. ഇന്ന് രാത്രി സ്റ്റേഷനിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം നാളെയോടെയായിരിക്കും ഈ വകുപ്പുകൾ ചുമത്തി ഇവരുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും പത്തനംതിട്ട പോലീസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി ഈ കോളേജ് കേന്ദ്രീകരിച്ചും പത്തനംതിട്ട കേന്ദ്രീകരിച്ചും വലിയ തോതിലുള്ള വിദ്യാർത്ഥി സമരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ന്യായമായ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. എന്തായാലും ഇനി വരേണ്ടത് ഈ അമ്മുവിൻ്റെ വീട്ടുകാരുടെയും മറ്റും പ്രതികരണമാണ്. കാരണം ഈ കസ്റ്റഡിയിൽ എടുക്കലിനെ ഇല്ലെങ്കിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള പോലീസിൻ്റെ നീക്കത്തെ ഈ കുടുംബം എങ്ങനെ നോക്കിക്കാണുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇനി ഇതാവാനുണ്ട്. എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണം മറ്റൊരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പോലീസ് എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇവരുടെ ഒരു മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഇനിയും വരാനുണ്ട്. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള വിശദമായ കാര്യങ്ങളിലേക്ക് ഇനിയും കടക്കാനുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ആദ്യഘട്ടം പോലീസ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ അമ്മുവിൻ്റെ 3 സുഹൃത്തുക്കൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. കുടുംബം ആദ്യം മുതൽ ഉന്നയിച്ച ഏറ്റവും ഗൗരവകരമായ ആരോപണം ഈ 3 പേർക്കെതിരെയായിരുന്നു. ആ 3 പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കുറേ ദിവസങ്ങളായുണ്ട്. കാരണം കഴിഞ്ഞ 15-ാം തീയതി രാത്രി നമ്മൾ ഒരു സാധാരണ മരണവാർത്തയായി നൽകിയതായിരുന്നു. ഈ അമ്മു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി അതിനുശേഷം മരണം സംഭവിച്ചു എന്നെല്ലാം. പക്ഷേ അതിനുശേഷം ഈ വാർത്തയിൽ വലിയ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായി. കുടുംബത്തിൻ്റെ ഗൗരവകരമായ വെളിപ്പെടുത്തലുണ്ടായി. കോളേജിലേക്ക് SFIയും KSUവും ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ടായി. ഈ ഘട്ടത്തിലെല്ലാം തന്നെ പോലീസും വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു. കുടുംബത്തിൻ്റെ മൊഴി കേട്ടു. എതിരെ ഉയർന്ന ആരോപണം എല്ലാം പോലീസ് കേട്ടു. അതിനൊടുവിലാണ് ഈ കുടുംബം ഉൾപ്പെടെ പരാതി ഉന്നയിച്ച 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ ഇന്ന് രാത്രി വിശദമായി ചോദ്യം ചെയ്യും. നാളെ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ പോലീസിൻ്റെ നീക്കം. SKN. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് KSU ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇന്ന് പരാതി കൊടുത്തു. അമ്മുവിൻ്റെ മരണത്തിൽ കോളേജ് ഹോസ്റ്റൽ അധികൃതരുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന്, അമ്മുവിന് നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും അലോഷ്യസ് സേവ്യർ 24-നോട് പറഞ്ഞു.
അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ ദുരൂഹതയാണ് അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ളത്, സംഭവത്തിലുള്ളത്. അതിൽ ജില്ലാ കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോളേജിലേക്ക് ഞങ്ങൾ പ്രതിഷേധ മാർച്ച്, സൂചനാ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഈ സമരത്തെ ഏറ്റെടുക്കാനാണ് KSU ആലോചിക്കുന്നത്, KSU തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം. ബ്രാഞ്ച് അന്വേഷണം വേണമെന്നൊരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രതികളായ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. അത് കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങി സഹപാഠികളുണ്ടെങ്കിൽ അവർ, അതേപോലെ തന്നെ ആശുപത്രി അധികൃതരുണ്ടെങ്കിൽ, ഇതിൻ്റെ ഗൂഢാലോചനയുടെ പിന്നിൽ ആരെല്ലാം പ്രവർത്തിപ്പിച്ചോ അവരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, കണ്ണൂർ കരിവള്ളൂരിൽ വനിതാ പോലീസുകാരി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് രാജേഷ് പോലീസ് പിടിയിലായി. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. സജോ, നമസ്കാരം. സജോ, പറയൂ, എവിടെ നിന്നാണ് ഇയാൾ പിടിക്കപ്പെട്ടത്? SKN ഇന്ന് വൈകിട്ട് 5:30 കരിവള്ളൂരിൽ ഈ ദാരുണമായ അതിക്രമം അരങ്ങേറിയത്. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ്. അല്പസമയം മുൻപ് പ്രതി രാജേഷ് പിടിയിലായത് തൊട്ട് അടുത്ത് തന്നെയുള്ള പുതിയ തെരു എന്ന സ്ഥലത്തുള്ള ഒരു റെസ്റ്റോ ബാറിൽ നിന്നാണ്. അതായത് ഈ അക്രമം നടത്തിയതിനു ശേഷം, കരിവള്ളൂരിൽ ഈ അക്രമം നടത്തിയതിനു ശേഷം നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുന്നു. ആ ഘട്ടത്തിൽ ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ഇയാളുടെ വാഹനത്തിൽ രക്ഷപ്പെട്ട് പോയി എന്നതാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കണ്ണൂർ നഗരത്തിന് അടുത്തുള്ള പുതിയ തെരു എന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ ഒരു ബാറിൽ കയറി. ആ വിവരം മനസ്സിലാക്കിയതിനു ശേഷം അന്വേഷണ സംഘം, റൂറൽ പോലീസിലെ അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് എത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രതിയെ കരിവള്ളൂരിലേക്ക് കൊണ്ടുപോകും, പയ്യന്നൂരിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാരുണമായ അക്രമമാണ്. ഏറെ നാളായി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയാണ് എന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടെയാണ് ഇയാൾ അപ്രതീക്ഷിതമായി ഇന്ന് വൈകിട്ടോടുകൂടി 5:30 ഇയാളുടെ സ്വന്തമായ ഓട്ടോറിക്ഷയിൽ ദിവ്യശ്രീയുടെ വീട്ടിലേക്ക്, ദിവ്യശ്രീയുടെ കരിവള്ളൂരിലെ വീട്ടിലേക്ക്, പലിയേരിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിന് പിന്നാലെ ഇവർ സംസാരിക്കാൻ എന്ന വ്യാജേന ദിവ്യശ്രീയെ വിളിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ദിവ്യശ്രീയെ പിന്നീട് അപ്രതീക്ഷിതമായി കയ്യിൽ കരുതിയ കൊടുവാൾ ഉപയോഗിച്ച് പലതവണ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റു. ഇത് തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ, പിതാവ് വാസുവിനും പരിക്കേറ്റു. പിന്നാലെ നാട്ടുകാർ ഈ നിലവിളിയും ശബ്ദവും കേട്ട് ഓടിയെത്തി. അവർ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ദിവ്യശ്രീയെ ആദ്യം പയ്യന്നൂരിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അതിനുശേഷം മൃതദേഹം മറ്റ് തുടർ നടപടികൾക്ക് വേണ്ടി പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ദിവ്യശ്രീയുടെ പിതാവിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് വനിതാ ബറ്റാലിയനിലെ അംഗമാണ് ദിവ്യശ്രീ. അവർ നാളെ പമ്പയിലെ തീർത്ഥാടന ഡ്യൂട്ടിക്ക് വേണ്ടി പോകേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. നാളെ പുലർച്ചയോടുകൂടി പോവുക എന്നതായിരുന്നു ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇരുവരുടെയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അവർ വേർപിരിയുകയും പിന്നീട് വിവാഹമോചനത്തിനടക്കമുള്ള ഹർജി അടക്കം നൽകുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള പകയാണ്, ആ പകയും വിദ്വേഷവും ആക്രമിക്കുക, കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഓട്ടോറിക്ഷയിൽ ഈ ആയുധങ്ങളടക്കമുള്ള സാധനങ്ങളുമായി എത്തുന്നു. അതിനുശേഷം തനിക്ക് സംസാരിക്കാൻ എന്ന വ്യാജേന ആ വീട്ടുമുറ്റത്തേക്ക് എത്തിയതിനു ശേഷം വിളിക്കുന്നു. അപ്പോൾ സംസാരിക്കുക എന്ന ലക്ഷ്യമായിരിക്കുമെന്ന് കരുതിയാണ് ദിവ്യശ്രീ പുറത്തേക്ക് വന്നത് എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നാലെ ഈ ആയുധം ഉപയോഗിച്ച് അക്രമം നടത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റു. പിന്നീടാണ് പിതാവ് മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ വീട്ടിലുണ്ടായിരുന്നത്. പിതാവ് തടയാൻ ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിനും പരിക്കേറ്റത്. അയാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം. പിതാവ് വാസു, അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. നാടിനെ ആകെ നടുക്കിയ ദാരുണമായ അതിക്രമം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിന് പിന്നാലെയാണ് വ്യാപകമായ തിരച്ചിലിലേക്ക് പോലീസ് കടന്നത്. അതായത് ഈ അക്രമം നടത്തിയതിനു ശേഷം ഇയാൾ നാട്ടുകാർ എത്തുമ്പോഴേക്കും ഓടി രക്ഷപ്പെടുന്നു. പിന്നീടാണ് വ്യാപകമായ തിരച്ചിലിലേക്ക് പോലീസ് കടന്നത്. പിന്നീട് ഇയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനുശേഷമാണ് പുതിയ തെരുവിലെ ബാറിലേക്ക് ഇയാൾ എത്തി. അവിടെ മദ്യം കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ സ്ഥലത്തേക്ക് എത്തി. കൂസലൊന്നുമില്ലാതെ മദ്യം കഴിക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ വിവരം തിരിച്ചറിഞ്ഞാണ് പോലീസ് സംഘം ബാറിലേക്ക് എത്തുകയും ഇയാളെ വളയുകയും പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. അതിനുശേഷം വളപട്ടണം സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. പിന്നീട് കേസ് അന്വേഷിക്കുന്ന പയ്യന്നൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അതിനുശേഷം പ്രതിയെ കൈമാറും എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അങ്ങേയറ്റം
പയ്യന്നൂർ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വളപട്ടണം സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം പയ്യന്നൂർ പോലീസിന് കൈമാറും. പിന്നീട് തുടർ അന്വേഷണത്തിലേക്ക് അടക്കം പോകണം. അത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ദാരുണമായ സംഭവം എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു. അവർ ദീർഘകാലമായി വനിതാ ബറ്റാലിയനിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ്. അവരുടെ സേവനത്തിനു വേണ്ടി പമ്പയിൽ, നിലയ്ക്കലിലും പമ്പയിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം പ്രയോജനപ്പെടുത്താറുണ്ട് നമുക്കറിയാം. അങ്ങനെ വനിതാ പോലീസ് ബറ്റാലിയനിൽ ആ ഡ്യൂട്ടിക്ക് അടക്കം അവർക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ വീട്ടിൽ. നാളെ പുലർച്ചയോടുകൂടി അവർ അങ്ങോട്ടേക്ക് തിരിക്കും എന്നതായിരുന്നു നമ്മൾ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു സമയം കൂടിയാണ്. ഇയാൾ ഈ ഒരു പക, ഇങ്ങനെ വേർപിരിഞ്ഞതിൻ്റെതടക്കം ഉള്ള പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ കൂടി ആ ഒരു പകയുടെ അടിസ്ഥാനത്തിൽ അതാണ് പ്രകോപനം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൊല നടത്തണം എന്ന ആസൂത്രണത്തോടു കൂടി തന്നെ സ്വന്തം ഇദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള, അതായത് പ്രതിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയിൽ ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്തെത്തുന്നു. അതിനുശേഷം കൈവശമുണ്ടായിരുന്ന ഈ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുക എന്ന ആസൂത്രിതമായ ഉദ്ദേശത്തോടു കൂടി ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്ത് ഇത്രയധികം ദൂരം, അതായത് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ ദൂരത്തിലധികമുണ്ട്, അത്രയും ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് എത്തിയത്. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ വിവിധ സ്റ്റേഷനുകളിലേക്ക് പോലീസ് വിവരം നൽകി പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ പരിശ്രമം നടത്തി. ആ പോലീസിൻ്റെ വളരെ വേഗത്തിലുള്ള ഇടപെടൽ ഫലം കണ്ടു. തൊട്ടു പിന്നാലെ തന്നെ ബാറിൽ എത്തിയത് എന്ന് മനസ്സിലാക്കി. പിന്നാലെയാണ് പോലീസ് ഈ ബാർ, അതായത് പുതിയ തെരുവിലുള്ള ബാർ വളയുന്നത്. അങ്ങോട്ടേക്ക് എത്തി. ആ സമയത്ത് പോലീസ് എത്തുമ്പോൾ ഇയാൾ ബാറിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീടാണ് വളപട്ടണം സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഇയാളെ പയ്യന്നൂർ പോലീസിന് വിട്ടു നൽകും. തുടർ നടപടികളിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട്. ഏതായാലും അങ്ങേയറ്റം ദാരുണമായ സംഭവം. ഒരു പോലീസുകാരി, ഒരു ചെറുപ്പക്കാരിക്ക് ജീവൻ നഷ്ടമാകുന്നു. അത് ഇത്രയധികം പകയും വിദ്വേഷവും ഒക്കെ സൂക്ഷിച്ച് ആസൂത്രിതമായി ഒരു കുറ്റകൃത്യം നടപ്പിലാക്കിയെന്നത് വേണം മനസ്സിലാക്കാൻ. ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട്. ഈ വളപട്ടണം സ്റ്റേഷനിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുപോയി അങ്ങോട്ടേക്ക് പയ്യന്നൂരിലേക്ക് കൊണ്ടുപോകും. തുടർ നടപടികളടക്കം സ്വീകരിക്കും. അറസ്റ്റ് നാളെ രാവിലെയോടുകൂടി രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് പോലീസിൽ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഹീനമായ ഒരു കൊലപാതകത്തിൻ്റെ മുഴുവൻ ചുരുളുകളും റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു സജോ ദേവസ്യ. കെ ജെ തോമസ് പറയുന്നത് എസ് കെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന് നീതി ലഭിക്കണമെന്ന രീതിയിൽ കെ ജെ തോമസ് പറയും. നമ്മളും ആ നീതിക്ക് വേണ്ടി തന്നെയാണ്. കാര്യം ഒരു പെൺകുട്ടി നഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് ഇങ്ങനൊരു അവസ്ഥയിലാകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നീതി കിട്ടണം, മരണാനന്തരമാണെങ്കിൽ പോലും. ജീവനക്കാർക്കെതിരെ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാറിനെതിരെ അന്വേഷണം നടത്തും. മുഹമ്മദ് ഷഫീഖ് IAS അന്വേഷിക്കും. ബി ശ്രീകുമാറിനെതിരെ 39 ജീവനക്കാർ പരാതി നൽകിയ വിവരം 24 ആണ് പുറത്തുവിട്ടത്. 24 ബിഗ് ഇമ്പാക്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. പറയൂ ഉമേഷ്. ഗുഡ് ഈവനിങ് സ്കേൻ. എന്തായാലും ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു. കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ 3-ാം തീയതിയാണ് ഈ പരാതിക്കാസ്പദമായ സംഭവം. പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രതികരണം എന്താണ് അച്ഛൻ്റെ? അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല ഒരു, നിങ്ങളുടെ പോലീസിന്റെ കുടുംബമാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതിന്റെ തത്സമയം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് നടന്നത്. അതിൽ നമുക്ക് തൃപ്തിയുണ്ട്. അല്ല, അച്ഛൻ രാവിലെയും ഈ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ സഹപാഠികളായ വിദ്യാർത്ഥികളെ കുറിച്ച് മുൻപേ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ കസ്റ്റഡിയിലെടുത്തു പോലീസ്. അറസ്റ്റ് രേഖപ്പെടുത്തണം, മറ്റു കിടക്കണം. അതാണോ കുടുംബത്തിന്റെ ആവശ്യം? തീർച്ചയായിട്ടും. ഇവരിൽ തന്നെ സംശയിക്കാനുള്ള കാരണം എന്താ? അച്ഛൻ അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഇവരാണ് നേരത്തെ തൊട്ട് ഇവരെ ഹരാസ് ചെയ്ത് ഇനി അങ്ങനെ തുടർച്ചയായിട്ട് പിന്തുടർന്ന് ഇങ്ങനെ ആക്രമിക്കുക മീൻസ് ഇവരെ മാനസികമായിട്ട് ഇങ്ങനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഇതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. പക്ഷേ നേരത്തെ ഒരു പരാതി പ്രിൻസിപ്പളിന് കൊടുത്തിട്ടുണ്ട്. അതിലെ കണ്ടന്റ് എന്തായിരുന്നു? അത് എൻ്റെ കുഞ്ഞിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, അവളുടെ ജീവന് ആപത്താണെന്നും പറഞ്ഞ് എന്നാണ് കൊടുത്തത്. ഈ ജീവന് ബുദ്ധിമുട്ട് വരും എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരുന്നത്. ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പ്രിൻസിപ്പളിന് പരാതി നൽകിയത് ഏത് ഡേറ്റ് ആണെന്ന് ഓർമ്മയുണ്ട്? 25/10. 25/10. എന്നിട്ട് നടപടി ഉണ്ടായില്ല പ്രിൻസിപ്പളിന്റെ ഭാഗത്ത്? പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്ന് വെച്ചാൽ അവർക്ക് മെമ്മോ കൊടുത്തു. അമ്മുവിൻ്റെ കയ്യിൽ നിന്നും ഒരു മെമ്മോ എക്സ്പ്ലനേഷൻ പോലെ എഴുതി വാങ്ങിച്ചു, എന്താ കാര്യം എന്നുള്ളത്. ഇത്രയും ഉണ്ട്. എന്നിട്ട് ഈ കുട്ടികൾ ഇനി ഞങ്ങൾ ഇന്നിപ്പം പ്രിൻസിപ്പൾ പറഞ്ഞ അങ്ങനെയാണ്, ഇന്ന് ഞങ്ങൾ ഇനി ഇത്രയും ദിവസമേ ഉള്ളൂ, ഒരു കാരണവശാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഒരു തെറ്റും ഉണ്ടാവത്തില്ല,
ക്ഷമിക്കണം എന്ന് അമ്മുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ തൊഴുതുകൊണ്ടാണ് ഈ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ എനിക്ക് കൈയും വേണ്ട ഒന്നും വേണ്ട, എന്നെ വെറുതെ വിട്ടാൽ ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നാണ് അമ്മ പറഞ്ഞതെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഇന്ന് രാവിലെ അച്ഛൻ സംസാരിച്ചപ്പോഴേ അച്ഛനൊരു കാര്യം പറഞ്ഞത്, ഈ പരാതി കൊടുത്തതിന് ശേഷമാണോ അമ്മുവിനെ നമ്മൾ മറ്റൊരു മുറിയിലേക്ക് ആക്കിയത്? അങ്ങനെ ഒരു അച്ഛനൊരു കാര്യം രാവിലെ പറഞ്ഞിരുന്നു. മറ്റൊരു മുറിയിലേക്ക്, താഴത്തെ ഒരു മുറിയിലേക്ക് മാറ്റി അവിടെയും വന്ന് ഉപദ്രവിച്ചു എന്ന് അച്ഛൻ രാവിലെ പറഞ്ഞിരുന്നു. ആദ്യത്തെ പരാതി കൊടുത്തതിന് ശേഷമാണ് അവൾ താഴോട്ട് വന്നത്. ആദ്യത്തെ പരാതി കൊടുത്തതിന് ശേഷമാണ് അവൾ താഴത്തെ ഉണ്ണിമായുടെ റൂമിലോട്ട് വന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൽ വന്ന് പറയുന്നു ഇതിനകത്ത് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു, പക്ഷെ പോയത് നമ്മുടെ കുഞ്ഞാണ്. അതിൽ നമുക്കിപ്പം ഞാൻ അതിനകത്ത് എടുത്ത് ചോദിക്കാനുള്ള, അച്ഛനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അങ്ങനെ ഒരു പരാതി കൊടുത്തതിന് ശേഷം കൃത്യമായൊരു ഇടപെടൽ നടന്നു എന്ന്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ജീവൻ നഷ്ടമാകില്ലായിരുന്നല്ലോ. ഇന്ന് പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വെനസ്ഡേയിൽ ചെന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ കുഞ്ഞിനെ വിടുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ പ്രിൻസിപ്പൾ തന്നെയാണ് പറഞ്ഞത് 18-ാം തീയതി എൻ്റെ അസുഖം കാരണം ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബുധനാഴ്ച പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പ്രിൻസിപ്പളിനെ നല്ലോണം അറിയാം. പ്രിൻസിപ്പൾ ഞങ്ങളുടെ കൂടെ വിടാനായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് രാവിലെ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ പോലീസ് അന്വേഷണം ഇപ്പോൾ കറക്റ്റായിട്ടാണോ പോകുന്നത്? തീർച്ചയായിട്ടും അതിൽ വലിയ വിശ്വാസം, ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസമുണ്ട്. അച്ഛൻ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും വിളിച്ചിരുന്നോ? എന്തെങ്കിലും DYSP CEO എല്ലാം വിളിച്ചിരുന്നോ എന്തെങ്കിലും കാര്യം തേടാൻ വേണ്ടിയിട്ട്? DYSP സാറ് വിളിച്ചിരുന്നു, കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹത്തിൽ. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം വേണം ഈ വിഷയത്തിൽ. കാര്യം രാവിലെ അച്ഛൻ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. കാരണം ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം വേണം. കാരണം ഈ കൊണ്ടുപോകുന്നതിലൊരു കാലതാമസം ഉണ്ടായി, മെഡിക്കൽ കണ്ടീഷൻസ് കൊടുക്കുന്നതിലൊരു പ്രശ്നം ഉണ്ടായെന്നൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. അതിൽ ഒരു അന്വേഷണം വേണം. അതും പോലീസുകാർ സാർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. നമ്മൾ ഈ അമ്മുവിനെ നമ്മൾ ഈ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ പരാതി ഉന്നയിച്ചതിലൊരു കുട്ടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. ഞാൻ കണ്ടില്ല കുട്ടിയെ. അതിനെക്കുറിച്ച് അച്ഛന് വിവരങ്ങളും സഹപാഠികളൊന്നും പറഞ്ഞിട്ടില്ല? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം മകനാണ് പറയുന്നത് ആ കുട്ടി ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു. നിലവിലത്തെ അന്വേഷണത്തിൽ അച്ഛൻ തൃപ്തനാണ്? എന്നെ പോലീസിൻ്റെ അന്വേഷണത്തിലും നിങ്ങളുടെ പ്രവർത്തനത്തിലും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലും 24-ആണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ വിഷയത്തിൽ. ഞങ്ങളതിൽ അങ്ങേയറ്റം നന്ദിയുണ്ട് നിങ്ങളോട്. ഏതായാലും ഇനിയും ആ നീതി ഉറപ്പാക്കട്ടെ അച്ഛന് എന്നുള്ളത് മാത്രമാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്. എസ്കൻ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോയത്. കാരണം ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമായിരുന്നു. പോലീസ് ഇപ്പോൾ സഹപാഠികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിരവധി പരാതികളും ആരോപണങ്ങളും കുടുംബം ഉന്നയിച്ചിരുന്നു. ഗൗരവത്തിൽ പോലീസ് അത് കാണുന്നുണ്ട്. നാളെയും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ അല്ലെങ്കിൽ തുടർ ചില വിവരങ്ങൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ. എസ്കൻ, ഓക്കെ, താങ്ക് യു. നമുക്കപ്പം ചേർന്നത് ഷഫീദ് റാവുത്തറാണ്. പത്തനംതിട്ടയിൽ മരിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ പിതാവാണ് നമ്മോട് പ്രതികരിച്ചത്. നമ്മൾ പഴയ വാർത്തയിലേക്ക് പോകുന്നു. ജീവനക്കാർക്കെതിരെ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് മേധാവി B. ശ്രീകുമാറിനെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയായിരുന്നു. ഉമേഷ്, താങ്കൾക്ക് തുടരാം. തീർച്ചയായും എസ്കേൻ, കഴിഞ്ഞ ഒക്ടോബർ മാസം 3-ാം തീയതിയായിരുന്നു ഈ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. എറണാകുളത്ത് നടക്കുന്ന അവലോകന യോഗത്തിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വിഭാഗം ഡയറക്ടർ നേരിട്ടെത്തുകയും ചില ഉദ്യോഗസ്ഥർക്കെതിരെ ജാതീയ വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് പരാതി. കൂടാതെ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു വനിതാ ജീവനക്കാർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയെന്നും പരാതിയുണ്ട്. ഈ 2 പരാതികളും 39 ജീവനക്കാർ, അതായത് അന്ന് അവലോകന യോഗത്തിൽ പങ്കെടുത്ത എറണാകുളം മേഖലയിലെ 39 ജീവനക്കാരും ഒന്നിച്ചൊപ്പിട്ട് വിവിധ സർവീസ് സംഘടനകൾ കൈമാറുന്നു. അസാധാരണമായ ഒരു രീതിയായിരുന്നു അന്ന് 39 ജീവനക്കാരും ഒന്നിച്ച് ഒരു പരാതിയിൽ ഒപ്പിട്ട് കൈമാറുന്ന രീതി. അതിനുശേഷം സർവീസ് സംഘടനകൾ, ആദ്യം പ്രതിപക്ഷ സർവീസ് സംഘടനകളാണ് പരാതി നൽകാൻ തയ്യാറായത്. അതിനുശേഷം NGO യൂണിയനും കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷനും ഈ പരാതി ടേക്കപ്പ് ചെയ്തു. പിന്നാലെ പ്രതിപക്ഷ നേതാവും പരാതി നൽകി. ഒടുവിൽ ഈ പരാതിയിന്മേൽ ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഹമ്മദ് ഷഫീഖ് IAS അന്വേഷണം നടത്തും. 1 മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ഉത്തരവിൽ പറയുന്നത്. SKN. ചെറായി ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ബീഹാർ സ്വദേശി ഖലീദ് മുഹമ്മദ് ഹാഷിമിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഹാഷിമിന് 24 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കുസാറ്റിലെ ബിടെക് വിദ്യാർത്ഥിയാണ്. 2 കുട്ടികൾ തിരയിൽപ്പെട്ടതിൽ ഒരാൾ രക്ഷപ്പെട്ടു, മറ്റൊരു കുട്ടി തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ആ കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയെന്ന വാർത്ത വരുന്നത്.
ശബരിമലയുടെ 2 കിലോമീറ്ററുള്ളിൽ പുല്ലുമേട് വഴിയെത്തിയ 20 ശബരിമല തീർത്ഥാടകർ വനത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. സംഘത്തിലെ 2 പേർക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ തീർത്ഥാടകർ വനത്തിൽ പുല്ലുമേട് കുടുങ്ങി. NDRF സംഘം പുല്ലുമേടെത്തി തീർത്ഥാടകരെ വനത്തിൽ നിന്ന് പുറത്തെത്തിച്ചു എന്ന ആശ്വാസകരമായ വാർത്തയുണ്ട്. ஆக்சிடென்ட் ஆச்சு. அது நடக்க முடிச்சல கொஞ்சம் பிடிச்சிருக்கு, அவ்வளோதான். வேறு நாங்கள் 3 பேர் தான் வந்தோம். 34 பேர் முதல்ல எல்லாம் வந்துட்டாங்க. எங்களால் முடியல. அடி இல்லை, அது கொஞ்சம் மசில் பெயின். 11:30. ഭക്തരിറങ്ങിയ ഒരു സംഘത്തിലെ 2 പേർക്ക് കാലിന് സുഖയില്ല എന്ന് പറഞ്ഞാണ് നമുക്ക് കോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ടീം അവിടെ ചെല്ലുന്ന സമയത്ത് ഏകദേശം 3-4 പേർക്ക് കാലിന് നടക്കാൻ പ്രയാസമായ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വളരെ ദുർഗം പിടിച്ച പാതയായതുകൊണ്ട് ഇവരെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ 4 പേര് അടങ്ങി അവരെ കയ്യിലെടുത്തുകൊണ്ടാണ് താഴോട്ട് വന്നിട്ടുള്ളത്. നല്ല വയസ്സുള്ള 70 വയസ്സുള്ള ആൾക്കാർ ഇതിലൂടെ വരുന്നുണ്ടായിരുന്നു. 11 മണിക്കാണ് അവിടെ നിന്ന് ഇവർ യാത്ര വെച്ചതാണ് ഇതിൽ ഭക്തർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ 11 മണിക്ക് വയസ്സായ ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും അവർ ഇത്ര ലേറ്റ് ആയിട്ടുണ്ടാവുക. ഏകദേശം 2.5-3 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഈ ട്യൂബ് ഇട്ടിരിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ടും ഏകദേശം കാടിൻ്റെ ഉള്ളിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമുക്ക് ടോർച്ച് വളരെ കാടിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവരെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. നമ്മളെ കൂട്ടത്തിൽ സഹായത്തിന് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, കൂടെ NDRF സംഘങ്ങളുണ്ടായിരുന്നു. ഇവരൊക്കെ ചേർന്ന് എല്ലാവരും സംയുക്തമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ താഴോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. MG പ്രതീഷ് ശബരിമല സന്നിധാനത്ത് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, വിശദാംശങ്ങൾ പറയൂ. ശബരിമല സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് അദ്ദേഹവുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചു കൊടുക്കുമോ പ്രതീക്ഷിന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി? അതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുല്ലുമേട് വനത്തിൽ കുടുങ്ങിപ്പോയ 20 ശബരിമല തീർത്ഥാടകരെ വനത്തിൽ നിന്ന് NDRF സംഘം പുറത്തെത്തിച്ചു. ആശ്വാസകരമായ വാർത്തയാണ്. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതുകൊണ്ടാണ് തീർത്ഥാടകർ 2.5 കിലോമീറ്റർ ദൂരെയാണ് വനത്തിൽ 33 അംഗ ഈ അയ്യപ്പന്മാരുടെ സംഘം കുടുങ്ങിയത്. തുടർന്ന് ഫയർഫോഴ്സും NDRFിന്റെയും പോലീസിന്റെയും സംഘം വനത്തിൽ കയറിയാണ് ഇവരെ അല്പസമയം മുമ്പ് പുറത്തെത്തിച്ചിരിക്കുന്നത്. സത്രത്തിൽ നിന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് ഈ 34 പേരുടെ സംഘം യാത്ര തിരിച്ചത്. ഇതിനിടയിൽ ഈ സംഘത്തിൽപ്പെട്ട 3 പേർക്ക് ശാരീരികമായ അസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് ഇവർ ഈ വനത്തിൽ വിശ്രമിച്ചു. പിന്നീട് ഈ രാത്രി ആയതോടുകൂടി തന്നെ ഇവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് പോലീസും ഫയർഫോഴ്സും NDRF സംഘവുമാണ് വനത്തിലേക്ക് ഇവർക്കായി തിരച്ചിൽ നടത്തിയത്. പിന്നീട് 2.5 കിലോമീറ്റർ ദൂരെ വെച്ച് ഇവരെ കണ്ടെത്തുകയും തുടർന്ന് ഈ സ്ട്രക്ചറിലും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചിലരെ താങ്ങിയെടുത്തുമാണ് നിലവിൽ പുറത്ത് എത്തിച്ചിരിക്കുന്നത്. മറ്റു കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് പ്രധാനമായും ഫോറസ്റ്റും NDRFും അറിയിച്ചിരിക്കുന്ന കാര്യം. സന്നിധാനത്ത് എത്തിച്ച ശേഷം ഇവർക്ക് പ്രാഥമിക ചികിത്സയും നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നാണ് ഈ 34 പേരുടെ സംഘം എത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഉൾവനത്തിലാണ് ഇവർ അകപ്പെട്ടത്. സാധാരണഗതിയിൽ വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ സത്രത്തിൽ നിന്ന് പുറപ്പെട്ടാൽ വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ സന്നിധാനത്ത് എത്തേണ്ടതാണ്. പക്ഷേ ഈ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതോടുകൂടിയാണ് 1-2 പേർ വനത്തിൽ വിശ്രമിച്ചത്. തുടർന്ന് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവരും ഇവർക്കൊപ്പം വനത്തിൽ വിശ്രമിച്ചു. അതാണ് ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകാൻ കാരണവും. പിന്നീട് നേരം ഇരുട്ടിയതോടുകൂടി തന്നെ ഇവർ വനത്തിൽ കുടുങ്ങിപ്പോയ ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഈ അയ്യപ്പ ഭക്തരെ ഇപ്പോൾ സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് ചെന്നൈയിൽ നിന്നുള്ള ഈ അയ്യപ്പ തീർത്ഥാടക സംഘമായിരുന്നു ഇത്തരത്തിൽ വനത്തിൽ കുടുങ്ങിയത്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സംഘമാണ്. നിലവിൽ എന്തായാലും അവരെ സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്ന 3 പേരെയും സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയും നൽകിയിട്ടുണ്ട്. MG പ്രതീഷാണ് ശബരിമല സന്നിധാനത്ത് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കരിവള്ളൂരിൽ വനിതാ പോലീസുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് രാജേഷ് ഇപ്പോൾ പോലീസ് പിടിയിലാണ്. രാജേഷിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. കാസർഗോഡ് ചന്ദര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇയാളെയാണ് പോലീസ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സജോ ദേവസ്യ നമുക്കൊപ്പം പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ നിന്ന് ചേരുന്നു. സജോ ദേവസ്യ, എങ്ങോട്ടാണ് ഇദ്ദേഹത്തിനെ പോലീസ് ഇറക്കിക്കൊണ്ടുപോകുന്നത്?
SKN പോലീസുകാരി ദിവ്യശ്രീയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി രാജേഷ് പോലീസിന്റെ പിടിയിലായിരുന്നു. കണ്ണൂർ നഗരത്തിനടുത്ത പുതിയ തെരുവിലെ ബാറിൽ നിന്നാണ് പ്രതി പിടിയിലായത്. ഇയാളെയും വളവട്ടണം സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർക്ക് പ്രതിയെ കൈമാറിയിട്ടുണ്ട്. തുടരന്വേഷണത്തിന് ഉള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. വളവട്ടണം സ്റ്റേഷനിലേക്കാണ് ആദ്യം പ്രതിയെ എത്തിച്ചത്. അതിനുശേഷം വളവട്ടണം പോലീസ് റൂറൽ പോലീസുമായി ബന്ധപ്പെടുകയും വിവരം കൈമാറുകയും തുടർന്ന് പയ്യന്നൂർ പോലീസ് വളവട്ടണം സ്റ്റേഷനിലേക്ക് എത്തുകയും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടരന്വേഷണം ഉൾപ്പെടെ അറസ്റ്റ് രേഖപ്പെടുത്തണം, അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുകയും വേണം. നാടിനെ ആകെ നടുക്കിയ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന അതിക്രമമാണ് അരങ്ങേറിയത്. ദിവ്യശ്രീയെ വേണ്ടിയാണോ ഇയാൾ മുഖം മറച്ചിരിക്കുന്നത്? അതാണോ ലക്ഷ്യം? അതോ അയാൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിലാണോ? SKN പ്രതി മുഖം മറച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇയാൾ ഈ ആസൂത്രിതമായി കൊല നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി, എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ എത്തിയത്. അതിനുശേഷം ഈ ക്രൂരമായ അതിക്രമത്തിലേക്ക് പോവുകയായിരുന്നു എന്നതാണ്. ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നതാണ്. പക്ഷേ നാളുകളായി ഇവർ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. വിവാഹമോചന ഹർജി ഉൾപ്പെടെ കോടതിയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പകയും വിദ്വേഷവുമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. ഇതിനിടെ ഇവർ സിവിൽ പോലീസ് ഓഫീസറാണ്, വനിതാ ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥയാണ്. നാളെ അവർ പമ്പയിലും നിലയ്ക്കലിലുമായി തീർത്ഥാടന ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാണ്. ഇങ്ങനെ വേർപിരിഞ്ഞു, ഇരുവരും തമ്മിൽ പിരിഞ്ഞു. അങ്ങനെ ഒരു കുടുംബ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്തെങ്കിലും ഒരു പ്രകോപനം ഇതിന് യഥാർത്ഥത്തിലില്ല. പക്ഷേ ഇവരെ കൊലപ്പെടുത്തുക എന്ന ആസൂത്രിതമായ ലക്ഷ്യം പ്രതിക്കുണ്ടായിരുന്നു. ആയുധവുമായാണ് എത്തിയത്. അതിനുശേഷം ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പിന്നീട് നാട്ടുകാരൊക്കെ എത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ദിവ്യശ്രീയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് നാട്ടുകാരൊക്കെ എത്തുന്നുവെന്ന് മനസ്സിലാക്കി ഇയാൾ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അവിടെ നിന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പുതിയ തെരുവിലെ ബാറിലേക്ക് എത്തുന്നു. അവിടെ എത്തി മദ്യം ഓർഡർ ചെയ്യുന്നു. അതിനിടെ പോലീസ് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ലൊക്കേഷൻ മനസ്സിലാക്കി പിന്നീട് പോലീസ് സംഘം ആ ബാർ വളഞ്ഞു, ഇതിനകത്ത് കയറി ഇയാളെ വളഞ്ഞു. പിന്നീട് കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷമാണ് വളവട്ടണത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പയ്യന്നൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, അറസ്റ്റ് രേഖപ്പെടുത്തണം, തുടർ നടപടികൾ വേണം. ദിവ്യശ്രീയുടെ മൃതദേഹം നിലവിൽ ആദ്യം പയ്യന്നൂരിലേക്കാണ് എത്തിച്ചത്. ജീവൻ രക്ഷിക്കാനായില്ല. മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ദിവ്യശ്രീയുടെ പിതാവ് വാസുവിനും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹവും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഓക്കെ, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് രാജേഷ് പോലീസ് കസ്റ്റഡിയിലായി എന്ന വാർത്തയാണ് കണ്ണൂരിൽ വരുന്നത്. ഇനി മണിപ്പൂരിലേക്ക്. സംഘർഷത്തിന് അയവില്ലാതെ മണിപ്പൂർ. ജിരിബാമിൽ മെയ്തേ യുവാവിനെ കുക്കികൾ തട്ടിക്കൊണ്ടുപോയി. അതേസമയം മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്ത MLA-മാർക്ക് മുഖ്യമന്ത്രി നോട്ടീസ് അയച്ചു. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, മണിപ്പൂരിൽ വിനീത സേഫാണ് എന്ന് കരുതുന്നു. SKN തീർച്ചയായും മണിപ്പൂരിൽ ഞങ്ങളിവിടെ സുരക്ഷിതരായി തന്നെയാണ് ഇരിക്കുന്നത്. മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. പക്ഷേ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറും അത് വലിയ ആശങ്കയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. SKN സൂചിപ്പിച്ചതുപോലെ ഭരണതലത്തിൽ തന്നെ ചില പൊട്ടിത്തെറികൾ, അത്തരത്തിലേക്കുള്ള അമർശങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് 10 MLA-മാരുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. അവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. ഈ BJP-യുടെ കുക്കി MLA-മാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഭിന്നിപ്പുണ്ടാക്കുന്നതും ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ ആണെന്നാണ് ഈ MLA-മാരുടെ ഒരു വാദം. ഒപ്പം തന്നെ 13 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൂടി ഈ അപ്സ പുനഃസ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ 6 പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഈ അപ്സ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ നിയമവിരുദ്ധമായിട്ടുള്ള സംഘടനകളിൽ നിന്നും ആയുധങ്ങൾ വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു സംഘടനയെ മാത്രം കേന്ദ്രീകരിക്കുക, അത്തരത്തിലേക്കുള്ള നടപടികളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഈ കുക്കി MLA-മാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മണിപ്പൂരിലെ മുഴുവൻ കൊലപാതകങ്ങളുടെയും അന്വേഷണം, അതിൻ്റെ ആ അന്വേഷണ ചുമതല NIA-ക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്തിടെ ജിരിബാമിലുണ്ടായ ചില കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള അന്വേഷണ ചുമതല NIA-ക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും അന്വേഷണ ചുമതല NIA-ക്ക് കൈമാറണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും ഈ MLA-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. വിനീത വിജയാണ് മണിപ്പൂരിലെ ഇംഫാലിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് മെയ്തേ വിഭാഗം മേധാവിയുമായി സംഭാഷണം നടത്തി വിനീത വിജയ് മലയാള ടെലിവിഷനിൽ ഒരു ചരിത്രം കുറിക്കുക തന്നെ ചെയ്തു.
ജോസ്വിൻ ജോസഫ് എസ്കെയിൻ, റിസൾട്ട് ദിവസം 24 എന്താണ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. എന്തായാലും ശനിയാഴ്ച ദിവസം 5 മണി മുതൽ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഈ കഴിഞ്ഞ കുറച്ചധികം കാലമായി 24 സംപ്രേഷണം ചെയ്തു തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് ഫല സംപ്രേഷണത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ കുറച്ചുകൂടി വർദ്ധിത വീര്യത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കും. എന്നോടൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിമും എസ് വിജയകുമാറും ഉണ്ടാകും. അത് ഞങ്ങൾ 3 പേരും ചേർന്നാണ് സാധാരണഗതിയിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം കെ ആർ ഗോപികൃഷ്ണനും അനുജ രാജേഷും പിന്നെ 24 പട്ടാളവും അണിചേരും. അപ്പോൾ ഒരു വലിയൊരു അനുഭവം തന്നെ പ്രേക്ഷകർക്ക് നമ്മൾ സമ്മാനിക്കും. ഈ ശനിയാഴ്ച രാവിലെ 5 മണി മുതൽ നമുക്ക് ഒപ്പം തന്നെ മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ഒന്നാം തരം റിസൾട്ട് ഞങ്ങളങ്ങോട്ട് തരും. അതിൻ്റെ കൂടെ മേമ്പടിയായിട്ട് ഇത്തിരി തമാശകളും. നമുക്ക് സമയം പോകാൻ വേണ്ടി മാത്രമല്ല, ഈ നാട്ടിൽ എന്ത് നടക്കും എന്നറിയാൻ വേണ്ടി. അതിൻ്റെ ഒരു പ്രൊമോഷണൽ ട്രെയിലർ കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ. പോരാട്ട ചൂടിൽ 3 മണ്ഡലങ്ങൾ, നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്ക് തീ പടർത്തി 3 പേർ, കൗണ്ടിംഗ് ഡേ സമവാക്യങ്ങൾ മാറ്റിമറിച്ച ഡ്രീം ടീം. SKN, S വിജയകുമാർ, ഹാഷ്മി താജ് ഇബ്രാഹിം. വിധി ദിനം നവംബർ 23 ശനിയാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ തത്സമയം. നമ്മൾ കമ്പിക്കാലെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അത് ശനിയാഴ്ച രാവിലെ 5 മണിക്കായിരിക്കും ആ കമ്പി നമ്മൾ സ്വന്തമാകുക. അപ്പോൾ രാവിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന കലാപരിപാടിയായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഈ വിധി ദിനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം സംപ്രേഷണം ചെയ്യുന്ന ദിവസം അതൊരു വലിയ അനുഭവമാക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ സാങ്കേതികമായും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. കണ്ണൂർ കീച്ചേരിയിലെ ജയരാജൻ്റെ വീട്ടിൽ വെച്ചാണ് മൊഴിയെടുക്കുന്നത്. സജോ ദേവസി വീണ്ടും ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സജോ, ഇ പിയുടെ മൊഴി എപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയത്? പറയൂ വിവരങ്ങൾ. SKN അല്പസമയം മുൻപാണ് ഉദ്യോഗസ്ഥർ ഇ പി ജയരാജന്റെ കണ്ണൂർ കീച്ചേരി അരോളിയിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താൻ ആരംഭിച്ചത്. ഇ പി ജയരാജൻ നേരത്തെ DGPക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഇ പി ജയരാജൻ പറയുന്നത് ഈ ആത്മകഥാ വിവാദം ഗൂഢാലോചനയാണ്, ഇങ്ങനെ ഒരു കരാർ താൻ DC ബുക്സുമായി ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഇ പി ജയരാജന്റെ പരാതിയുടെ പ്രധാന ഉള്ളടക്കം. അതായത് ഈ ആത്മകഥയിൽ പാർട്ടിയെയും സർക്കാരിനെയും ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ അടക്കം, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വങ്ങളെ അടക്കം വിമർശിക്കുന്ന കണ്ടന്റുകൾ ഉൾപ്പെടുകയും അതിൻ്റെ ഡ്രാഫ്റ്റ് പുറത്തുവരികയും ചെയ്തിരുന്നു. ആ ഡ്രാഫ്റ്റ് പക്ഷേ ഇ പി ജയരാജൻ തള്ളിപ്പറയുകയാണ് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതേസമയം ഇ പി ജയരാജൻ താൻ ആത്മകഥ തയ്യാറാക്കാൻ മാധ്യമപ്രവർത്തകന്റെ സഹായം തേടുകയും അത് 200 പേജോളം തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രാഥമികമായി FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇ പി ജയരാജൻ നൽകിയ പരാതി പിന്നീട് DGP തന്നെ മനോജ് എബ്രഹാം അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി പരിശോധനയിലേക്ക് പോകാനും തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പോലീസ് പ്രാഥമികമായി ചെയ്യേണ്ടത് ഇ പി ജയരാജൻ്റെ വിശദമായി മൊഴി രേഖപ്പെടുത്തുക, ഒപ്പം DC ബുക്സിൻ്റെ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അതിൻ്റെ പ്രാഥമിക നടപടി എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് എന്നതും ഒരു ഡ്രാഫ്റ്റ് അതിൻ്റെ PDF അടക്കം പുറത്തു വരികയും അത് പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഇ പി ജയരാജൻ പറയുന്നത് അത് താൻ ഉണ്ട്, പക്ഷെ അതെല്ലാം പ്രചരിക്കുന്നത് താൻ ഇങ്ങനെ ഒരു ആത്മകഥ ഇങ്ങനെ പ്രചരിക്കുന്ന വിധത്തിൽ ആത്മകഥ തയ്യാറാക്കിയിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദവും പരാതിയും. ആ പരാതിയാണ് യഥാർത്ഥത്തിൽ പോലീസിന് മുന്നിലെത്തുകയും വിശദമായ പരിശോധനയിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിലേക്ക് എത്തുകയും മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇ പി ജയരാജൻ ഇനിയിപ്പോൾ FIR അടക്കം രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ടോ, എന്താണ് വസ്തുതകൾ എന്നതടക്കം പരിശോധിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു തുടർ നടപടി എന്ന നിലയ്ക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നും പറയുന്നു. അതായത് ഇ പി ജയരാജൻ വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോൺട്രാക്റ്റ് താൻ സൈൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ല എന്നാണ് അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി, അതായത് താൻ എഴുതാത്ത തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രചരിപ്പിച്ചു എന്താണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. ഒപ്പം DC ബുക്സുമായി ഇങ്ങനെ ഒരു കരാറുണ്ടോ, ഇ പി ജയരാജൻ്റെ ഒരു വാദം ശരിയാണോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അത് രവി DCയുടെ അടക്കം മൊഴികൾ അക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയും DC ബുക്സിൻ്റെ നിലപാട് എന്താണ് എന്നത് പരിശോധിക്കുകയും വേണം. ആ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം. അങ്ങനെയുള്ള നടപടികളിലേക്ക് കൂടി കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പക്ഷേ വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. തിരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ വിവരം പുറത്തു വരികയും അതിൻ്റെ ഡ്രാഫ്റ്റും അതിൻ്റെ വിവരങ്ങളും പുറത്താവുകയും ചെയ്തത്. എന്ന് മാത്രമല്ല, ആ ഡ്രാഫ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, സ്വകാര്യ ശേഖരത്തിലുള്ള ഫോട്ടോയടക്കം ആ ഡ്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ
സ്വകാര്യ ശേഖരത്തിന്റെ ഭാഗമായ ഡ്രാഫ്റ്റ് എങ്ങനെയാണ് അതിൽ ഉൾപ്പെട്ടത്, ഒപ്പം ഈ കണ്ടന്റ് ഇ.പി. ജയരാജൻ ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. താൻ പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെ, ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയ്ക്ക് എത്തുന്ന ആളുകൾക്കെതിരെ ഒന്നും വിമർശനം നടത്തിയിട്ടില്ല. അതിൽ ഉൾപ്പെടുന്ന കണ്ടന്റ് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നീക്കിയതടക്കമുള്ള കാര്യങ്ങളിലെ വിമർശനം, പാർട്ടിക്കും സർക്കാരിനുമെതിരായ വിമർശനം, ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിർത്തുന്നവർക്കെതിരായ വിമർശനം, ഇവയൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം വാദിക്കാൻ ശ്രമിച്ചത്. ഏതായാലും മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇ.പി. ജയരാജന്റെ മൊഴി പോലീസ് കണ്ണൂരിലെ വീട്ടിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി വന്നിരിക്കുന്നു. ക്രിമിനൽ കേസ് ഉണ്ടെന്ന കാരണത്താൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത് തടയാൻ ആകില്ല എന്ന് കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് PS നരസിംഹ, മനോജ് മിശ്ര എന്നിവരുടെ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത്. മുൻ ഭാര്യ നൽകിയ ക്രിമിനൽ കേസിൽ കുറ്റവിമുക്തനാക്കിയ യുവാവ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ ജോലിയിൽ പ്രവേശിച്ചതായി ബന്ധപ്പെട്ടായിരുന്നു കേസുണ്ടായത്. എന്നാൽ ക്രിമിനൽ കേസുണ്ട് എന്നതിൻ്റെ പേരിൽ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. ജെൻസൺ ജോൺ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു. ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന കേരള സബ് ജൂനിയർ ടീമിന് മർദ്ദനമേറ്റു എന്ന രീതിയിലൊരു വാർത്ത അദ്ദേഹം പറയുന്നു. പക്ഷേ അത്തരമൊരു വാർത്ത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഷാജി പൊയ്കൽ പറയുന്നു, ഈ റിസൾട്ട് വരുന്ന ദിവസം, അതായത് ശനിയാഴ്ച രാവിലെ ഈ റിസൾട്ട് പറയുന്ന ദിവസം 10 കൊട കൊടുക്കാൻ എന്തോ ആലോചനയുണ്ടെന്ന് കേട്ടു. എങ്ങനെ മനസ്സിലായി? കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. സ്ത്രീകളും കുട്ടികളും അടക്കം 347 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സീറ്റ് ഒഴിവിനനുസരിച്ച് യാത്രക്കാരെ എയർ ഇന്ത്യയുടെ മറ്റു വിമാനങ്ങളിൽ ഡൽഹിയിൽ എത്തിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. എയർ ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് മാറുമ്പോൾ എയർ ഇന്ത്യ കുറച്ച് നേരെയാകുമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പോൾ മാറ്റി പറയേണ്ടി വരുമോ? YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. YS അഭിനന്ദ്, പറയൂ വിശദാംശങ്ങൾ. SK നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഈ വിമാനം വൈകുന്നത് ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ദില്ലിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ഇത്തരത്തിലേക്ക് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 347 യാത്രികരായിരുന്നു ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇത്തരത്തിലേക്ക് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നു. അവർക്ക് 1 മണിയോടുകൂടി എല്ലാ നടപടികളും പൂർത്തീകരിച്ചതിന് ശേഷം വിമാനത്തിലേക്ക് അവർ കയറിയതാണ്. പിന്നീട് 2 മണിക്ക് അത് കൃത്യമായി പുറപ്പെടുമെന്നും വിമാനാധികൃതർ അറിയിച്ചു. പക്ഷേ യന്ത്ര തകരാർ മൂലം അവർ 5 മണി വരെ വിമാനത്തിൽ ഇരിക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് വിമാനത്തിൽ നിന്നും ഇറക്കി വലിയൊരു പ്രതിഷേധവും യാത്രക്കാരുടെ ഭാഗത്തും ഉണ്ടായി. യന്ത്ര തകരാർ പരിഹരിക്കാത്തതാണ് എന്നതാണ് അന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയത്. ഇപ്പോൾ എയർ ഇന്ത്യ 2 മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ സുരക്ഷിതമായി ദില്ലിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും എയർ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അത് മറ്റു വിമാനങ്ങളിലേക്ക്, എയർ ഇന്ത്യയുടെ തന്നെ മറ്റ് വിമാനങ്ങളിലേക്ക് ഒഴിവിനനുസരിച്ചായിരിക്കും ദില്ലിയിലേക്ക് എത്തിക്കുക എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയാണ് ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ സംബന്ധിച്ചോളം എയർ ഇന്ത്യ എന്ന് മാത്രമല്ല പല വിമാനങ്ങളും ഇത്തരത്തിലേക്ക് തുടരെ ഒരു വൈകുന്ന സാഹചര്യം ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. SK, എറണാകുളം ചെറായി ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കുസാറ്റിലെ ബിടെക് വിദ്യാർത്ഥിയായ ബീഹാർ സ്വദേശി ഖലീദ് മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. അമൽ, എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്? 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതാണ്. ഒരാൾ രക്ഷപ്പെട്ടു, മറ്റൊരാൾ തിരയിൽപ്പെട്ടുപോയി. പറയൂ. സംഭവം നടക്കുമ്പോൾ 24 സംസ്ഥാന സാക്ഷികളായിരുന്നു. ഈ 7 അംഗ സംഘമായിരുന്നു, കുസാറ്റിൽ നിന്ന് വന്ന 7 അംഗ വിദ്യാർത്ഥി സംഘമായിരുന്നു ചെറായി ബീച്ചിൽ ഉല്ലസിക്കുവാൻ വേണ്ടി എത്തിയത്. ഇവരിൽ 2 പേരാണ് തിരയിൽപ്പെട്ടത്. ഈ തിരയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കടലിന്റെ അപകടങ്ങളൊന്നും തിരിച്ചറിയാതെ ആ കടലിലേക്ക്, അതിന്റെ ഉല്ലാസത്തിൽ മുഴുകി ആ കടലിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ഇവർ കടലിന്റെ അഗാധങ്ങളിലേക്ക് ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായത്. അതിനെ തുടർന്ന് നാട്ടുകാർ ഇത് തൽക്ഷണം കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് ആ നാട്ടുകാരെല്ലാം ആ സമയത്ത് തന്നെ കടലിലേക്ക് ഇറങ്ങുകയും മത്സ്യബന്ധന തൊഴിലാളികളുടെ സഹായം മൂലം ഈ 2 കുട്ടികളിൽ ഒരാളെ ആ സമയത്ത് തന്നെ രക്ഷപ്പെടുത്തുവാൻ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സാധിക്കുകയുണ്ടായി. എന്നാൽ ഒരാൾ ഈ കടലിലേക്ക് വഴുതി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രദേശത്ത്, അതായത് നമുക്കറിയാവുന്നതാണ്, ചെറായിലെ കടൽ തിരകളുടെ അപകടമായിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അപകടം ഈ വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അല്ല എങ്കിൽ നാട്ടുകാർ കൊടുത്ത മുന്നറിയിപ്പുകളൊന്നും ഇവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങളായിരുന്നു ആ സമയത്തെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ ചെറായിയുടെ നീണ്ടുകിടക്കുന്ന ബീച്ചിൽ അവിടെയുള്ള ലൈഫ് ഗാർഡുകളുടെ എണ്ണത്തിലെ കുറവാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ ലൈഫ് ഗാർഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 ലൈഫ് ഗാർഡുകളായിരുന്നു
അനധികൃതമായിട്ടുള്ള ബീച്ചിൽ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ ലൈഫ് ഗാർഡ് അവിടെ ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾക്ക് ഇവരെ രക്ഷിക്കുവാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളുടെ കൂടി തെരച്ചിലിന്റെ ഭാഗമായിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നതും ഫയർഫോഴ്സ് രംഗത്ത് വരുന്നതും കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടുന്നതും ഈ കുട്ടിയുടെ മൃതദേഹം രാത്രി 8:30 കണ്ടെത്തുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയ്ക്കാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. സ്കാൻ. ഓക്കെ, താങ്ക് യു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ അപകടത്തിന് നമ്മുടെ ക്യാമറ സാക്ഷികളായിരുന്നു. ഈ വിദ്യാർത്ഥികൾ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം പലപ്പോഴും വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഈ ആഴമുള്ള സ്ഥലമാണ്, അപകടമാണ് എന്നൊന്നും അവർ പരിഗണിക്കാറില്ല. എന്തായാലും കുസാറ്റിലെ ബിടെക് വിദ്യാർത്ഥിയായ ബീഹാർ സ്വദേശിയാണ് മരിച്ചത്. സങ്കടകരമായ വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം മാരാരിത്തോട്ടത്ത് ബസ്സിനടിയിൽപ്പെട്ട് ഒരു യുവതി മരിച്ചു. കരുനാഗപ്പള്ളിയിലെ സുനീറ ബീവിയാണ് മരിച്ചത്. ഭർത്താവിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത്. അരുൺരാജ് ടെലിഫോണിൽ കൊല്ലത്ത് നിന്ന്. അരുൺരാജ് പറയൂ. എസ്കെയിൽ നിന്ന് വൈകിട്ട് 6:15 അപകടം നടക്കുന്നത്. കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന സുനീറ ബീബിയും ഭർത്താവും എതിരെ വന്ന വാഹനം അത് സ്വകാര്യ ബസ്സായിരുന്നു. ഈ വാഹനത്തിൽ തട്ടുകയും ഈ വാഹനത്തിനടിയിലേക്ക് സുനീറ ബീബി വീഴുകയുമായിരുന്നു. തുടർന്ന് തൽക്ഷണം തന്നെ ഈ വാഹനം ഈ സുനീറ ബീബിയുടെ ദേഹത്തൂടെ കയറിയിറങ്ങി. പക്ഷേ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുനീറ ബീബിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പരിക്കുകളോടെ ഭർത്താവിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കാരണം അമിത വേഗത്തിലായിരുന്നു ഈ സ്വകാര്യ ബസ് എന്നുള്ള പരാതി ഇപ്പോൾ പോലീസിന് മുമ്പാകെ എത്തിയിട്ടുണ്ട്. എന്നാലും സുനീറ ബീവിയുടെ മരണം സ്ഥിരീകരിച്ചു. ഇന്ന് വാർത്താ ചാനൽ കാണാതെ പോയ 24 കാണാതെ പോയ പ്രേക്ഷകർക്കായി ഇന്നത്തെ പകൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. വാർത്താ പകൽ. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്ന് ഹൈക്കോടതി. പരാമർശം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയതിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ചെറിയ കാര്യങ്ങളിലെ നിയമ നടപടികൾ ഒഴിവാക്കണമെന്ന് കോടതി. എല്ലാ കാര്യത്തിനും കേസെടുത്താൽ കേസെടുക്കാനേ സമയം കാണൂവെന്നും കോടതി പരാമർശം. പരാതി പരിഹാരത്തിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത്. ഡിസംബറിലും ജനുവരിയിലുമായി അദാലത്ത് നടത്താൻ മന്ത്രിസഭായോഗ തീരുമാനം. താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ തീർപ്പാക്കും. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഭൂമി പോക്കുവരവ് ചെയ്ത ഉടുമ്പൻചോല തഹസിൽദാർ AV ജോസിനെയും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ K സുനിൽ പോളിനെയും ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ ക്ലോസറ്റ് പൊട്ടിവീണ് സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് പരുക്ക്. അപകടമുണ്ടായത് അനക്സ് 1 ശുചിമുറിയിൽ. പരുക്കേറ്റ ജീവനക്കാരി ചികിത്സയിൽ. സീപ്ലെയിൻ പദ്ധതിയിൽ ടൂറിസം വകുപ്പിനെതിരെ CPIയുടെ മത്സ്യത്തൊഴിലാളി സംഘടന. അഷ്ടമുടി വെമ്പനാട്ട് കായലുകളിൽ പദ്ധതി ആരംഭിക്കുമെന്ന പ്രഖ്യാപനത്തിൽ ആശങ്കയെന്ന് CPI മുഖപത്രം ജനയോഗത്തിൽ ലേഖനം. മത്സ്യത്തൊഴിലാളികളുടെ താൽപര്യം ഭരണവർഗം സംരക്ഷിക്കണമെന്നും TJ ആഞ്ചലോസ്. നടൻ മേഘനാഥൻ ഇനി ഓർമ്മ. സംസ്കാരം ഷൊർണൂരിലെ വീട്ടിൽ നടന്നു. അന്ത്യോപചാരമർപ്പിച്ച് ചലച്ചിത്ര ലോകം. വിടവാങ്ങിയത് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങിയ അഭിനയ പ്രതിഭ. കർണാടകയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ലോകായുക്ത റെയ്ഡ്. 25 നടന്ന പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ പിടിച്ചെടുത്തു. നടപടി കൈക്കൂലി പരാതിയുടെ അടിസ്ഥാനത്തിൽ. മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണമെന്ന് WCC ഹൈക്കോടതിയിൽ. സർക്കാർ നിയമം നിർമ്മിക്കുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണമെന്നും WCC. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയിലേക്കാണ്. മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. പ്രസംഗത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു. സംസ്ഥാന മന്ത്രിയായതിനാൽ പോലീസിന് പകരം ഉന്നതതല അന്വേഷണം വേണമെന്നും ഉത്തരവിൽ പറയുന്നു. കോടതിയുടേത് അന്തിമ വിധിയല്ലെന്നും രാജിവെക്കില്ലെന്നുമാണ് മന്ത്രി സജി ചെറിയാൻ ഇന്നെടുത്ത നിലപാട്. സജി ചെറിയാനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ച പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടേത്.
അന്തിമ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മജിസ്ട്രേറ്റിന് പോലീസ് അവസരം നൽകിയില്ല. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ സാക്ഷികളാക്കിയില്ല. മൊഴിയെടുക്കുന്നതിൽ പോലീസിനും ഇക്കാര്യം പരിശോധിക്കുന്നതിൽ മജിസ്ട്രേറ്റിനും വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പരിപാടിയിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകരുടെ മാത്രം മൊഴി അടിസ്ഥാനമാക്കിയുള്ള പോലീസ് റിപ്പോർട്ട് സുതാര്യമല്ല. CCTV ദൃശ്യങ്ങളും പെൻഡ്രൈവും പരിശോധിക്കാതെയാണ് പോലീസിന്റെ അന്തിമ റിപ്പോർട്ടെന്നും കോടതി വിമർശിച്ചു. മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്നും കോടതിയുടേത് അന്തിമ വിധിയല്ലെന്നും മന്ത്രി സജി ചെറിയാൻ. എന്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്. കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത് അത് ആലോചിക്കും. കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ല കോടതി പോയി. അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞത്. സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നേരത്തെ ഉണ്ടായില്ലെന്നതിന് തെളിവാണ് കോടതി വിധിയെന്ന് ഹർജിക്കാരൻ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്, MLA ആണ്. അതുപോലെ തന്നെ ഒരു വലിയ പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ അദ്ദേഹം തയ്യാറാവുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. കേസിലെ ആരോപണ വിധേയൻ സംസ്ഥാന മന്ത്രിയായതിനാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചാൽ ശരിയാകില്ലെന്നും ക്രൈംബ്രാഞ്ചിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഏത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രം എന്നുള്ള വാക്കുപയോഗിച്ചതെന്ന് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 24 കൊച്ചി. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചില്ലേ, ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഗുണം, വല്ല കുടമെല്ലാം കിട്ടുമെന്ന്. ഞാനൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ ശനിയാഴ്ച ദിവസം രാവിലെ 5 മണിക്ക് നമ്മൾ സംപ്രേഷണം ആരംഭിക്കുക. 5 മണി മുതൽ അവസാന റിസൾട്ടും അറിയുന്നവരെ നമ്മൾ 3 പേരും കളം വിട്ട് പോകുന്നത് വരെ ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 100 പേർക്ക് 24-ൻ്റെ കുട ഞാൻ അയച്ചു കൊടുക്കും. എത്ര പേർക്ക്? 100 പേർക്ക്. എന്താണ് അയക്കുന്നത്? കുട. എന്തിൻ്റെ കുട? 24-ൻ്റെ കുട. എന്നാണ്? ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച 5 മണി മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കാണേണ്ടി വരും കേട്ടോ. കണ്ട് എട്ടപാട് തീരും. പക്ഷേ കിട്ടുന്നതൊരു കുടയായിരിക്കും. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാണാൻ വേണ്ടിയല്ല കുട കൊടുക്കുന്നത് കേട്ടോ. കുട കൊടുക്കുന്നത് ഒരു സന്തോഷത്തിന്. കാര്യം നമ്മുടെ പ്രേക്ഷകർ കുട പിടിക്കട്ടെ, മഴയൊക്കെ ഉള്ള സമയത്ത് കുട പിടിച്ച് 24-ൻ്റെ കുടയൊക്കെ പിടിച്ച് വളരെ അഭിമാനത്തോടെ നീങ്ങട്ടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം. രാജിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ മുന്നറിയിപ്പ്. പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് CPIM-ന്റെ പ്രതികരണം. മുമ്പത്തേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോഴത്തേതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്കുള്ള വിമർശനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. സജി ചെറിയാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് UDF മുന്നറിയിപ്പ്. ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് അടിയന്തിരമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. അദ്ദേഹം നിയമലംഘനങ്ങളും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇതിനു മുമ്പ് പലതും നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം രക്ഷപ്പെട്ടത് ഈ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ ഇക്കുറി അത് പൊളിഞ്ഞുപോയി. സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഭരണഘടനയെ അവഹേളിച്ച സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. നിയമവിദഗ്ധരുമായി ആലോചിച്ച് പാർട്ടിയും സർക്കാരും ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജിവെക്കണമെന്ന് പറയാതെ ആരാളും ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലത്തിലായി എന്തിനാണ് അതുപോലെ അല്ല കാര്യം. ഇത് സംബന്ധിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. സജി ചെറിയാനെ പിന്തുണച്ച് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ രംഗത്തെത്തി. പ്രസംഗം സജി ചെറിയാന്റെ സ്ഥിരം ശൈലിയെന്ന് പ്രതികരണം. കൊച്ചുനാൾ ചെറുപ്പം മുതലേ സജിയുടെ ഒരു ശൈലിയുണ്ട്, ഒരു പ്രസംഗ ശൈലിയുണ്ട്, രീതിയുണ്ട്. ആ രീതിയിൽ ആ സഭ പ്രസംഗിച്ചു എന്നുള്ളത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഭരണഘടനയെ വെല്ലുവിളിക്കാനുള്ള ഒരു ചിന്തയോടുകൂടിയോ ഒരു ആവശ്യത്തോടുകൂടിയോ അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും അഭിപ്രായം പറയാനില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. രാജിക്കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരും മന്ത്രിയുമാണെന്നും ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. ഇനി അദാനി പ്രശ്നം. ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി ആഗോള കോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട്. കരാറുകൾ നേടാൻ കൈക്കൂലി നൽകിയെന്നും കള്ളം പറഞ്ഞ് ശതകോടികളുടെ നിക്ഷേപം സമാഹരിച്ചെന്നുമാണ് കുറ്റപത്രം. നിയമത്തിൻ്റെ വഴിയിൽ പോകുമെന്ന് BJP. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അദാനി ഗ്രൂപ്പ്. അദാനിയുമായുള്ള കരാറുകൾ കെനിയ റദ്ദാക്കിയെന്ന് അതിൻ്റെ പിന്നാലെ മറ്റൊരു വാർത്തയും വന്നു. ഗൗതം അദാനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റപത്രം. ഗൗതം അദാനിക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ ഇങ്ങനെ: സൗരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക്
2200 കോടിയിലേറെ രൂപ കൈക്കൂലി നൽകി. കള്ളം പറഞ്ഞ് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ശതകോടികളുടെ നിക്ഷേപങ്ങൾ സമാഹരിച്ചു. അദാനി ഗ്രീൻ എനർജിക്കായി വായ്പയെടുക്കാൻ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കൈക്കൂലിക്കാര്യം മറച്ചുവെച്ചു. വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കൊറപ്റ്റ് പ്രാക്ടീസ് ആക്ട് പ്രകാരമാണ് ആരോപണങ്ങൾ. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമെന്നും സുതാര്യവും ഭരണപരവുമായ ഗുണനിലവാരം പുലർത്താൻ പ്രതിജ്ഞാബദ്ധമെന്നും അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു. കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. The Prime Minister is protecting Mr. Adani and the Prime Minister is involved in corruption with Mr. Adani. This has been clearly indicated. അദാനിക്കെതിരെ JPC അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. CBI അന്വേഷണം വേണമെന്ന് CPIM-ഉം CPI-യും ആവശ്യപ്പെട്ടു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങിയതെന്നും BJP പ്രതികരിച്ചു. छत्तीसगढ़ में जुलाई 2021 से फरवरी 2022 के बीच में बिजली का बिल मोदी जी की सरकार तो जनरेट नहीं कर रही थी. बिजली का बिल तो भूपेश बघेल जी ही जनरेट कर रहे थे. हम आधार को लेकर लड़ते थे और मैं आज राहुल गांधी से पूछना चाहता हूं, जिस प्रकार हम केस करते थे, केवल प्रेस कॉन्फ्रेंस नहीं करते थे, आप केस करिए ना. മോദിക്കും അദാനിക്കുമെതിരെ വിമർശനവുമായി BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തി. 25-ന് പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ അദാനി വിഷയം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. 24 ഡൽഹി. ശനിയാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം സംപ്രേഷണം ചെയ്യുന്ന ദിവസം രാവിലെ 5 മണി മുതൽ 24 കാണുന്നവർക്ക് കാണുന്ന പ്രേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 100 ആളുകൾക്ക് 24ൻ്റെ കുട കൊടുക്കാമെന്ന് പറഞ്ഞത് കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി. 5 മണിക്കൊക്കെ എഴുന്നേറ്റ് 24 കാണാൻ പറ്റുമോ? നമ്മളൊക്കെ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ എത്ര മണിക്ക് എഴുന്നേക്കുന്ന? അപ്പോൾ വല്ലപ്പോഴും അല്ലേ നിങ്ങളൊന്നും എഴുന്നേക്കാൻ പറയുന്നത്? അന്നൊന്നും എഴുന്നേക്കുന്നത്, അന്നൊരു തെരഞ്ഞെടുപ്പ് ഉത്സവമല്ലേ? തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ എല്ലാ ശക്തിയിലും പ്രേക്ഷകരിലേക്ക് സംക്രമിപ്പിക്കാൻ ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെ നിങ്ങളൊന്ന് രാവിലെ തന്നെ വിലയിരുത്തൂ. മാത്രമല്ല അതിരാവിലെ ഒരു കട്ടൻ ചായയൊക്കെ കഴിച്ചുകൊണ്ട് സ്ക്രീനിൽ നോക്കി ഇതൊക്കെ ഒന്ന് കണ്ട് രസിക്കാൻ എന്താ ഒരു സുഖം അല്ലേ? അപ്പോൾ അതൊക്കെ കാണണം. നമ്മൾ കൊട ഇൻഷ്യൂർഡാണ്. ഇനി നമുക്ക് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നൊരു വാർത്തയുണ്ട്. EP-യുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞെന്ന പോലീസ്. യഥാർത്ഥത്തിൽ EP ജയരാജൻ്റെ മൊഴിയെടുക്കൽ പോലീസ് നടത്തുകയായിരുന്നു കണ്ണൂരിൽ. ആ മൊഴിയെടുക്കുന്നത് പൂർത്തിയായി എന്നാണ് കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീച്ചേരിയിലെ വീട്ടിൽ വെച്ചാണ് മൊഴിയെടുത്തിരിക്കുന്നത്. വിവാദത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊഴിയെടുക്കലെന്നും സജോ ദേവസ്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഡബിൾ എഞ്ചിൻ സർക്കാരിന് ചില ഹിഡൻ അജണ്ടകളുണ്ടെന്ന് CPI മണിപ്പൂർ സംസ്ഥാന സെക്രട്ടറി ലക്ഷാങ് തോറൻ അഭിപ്രായപ്പെട്ടു. മണിപ്പൂരിലെ പ്രശ്നങ്ങളെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വേണ്ട പ്രാധാന്യത്തോടെ കാണുന്നില്ല. അക്രമങ്ങളല്ല നിലവിലെ പരിഹാരം. കൂടുതൽ സുരക്ഷാ സേന എത്തിച്ചത് നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും ലക്ഷാങ് തോറൻ 24-നോട് പറഞ്ഞു. മണിപ്പൂരിൽ നിന്ന് വിനീത വിജിയുടെ റിപ്പോർട്ട്. മണിപ്പൂർ CPI സംസ്ഥാന സെക്രട്ടറി തോയ്റൻ അദ്ദേഹം ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഹലോ കോമ്രേഡ്. Thank you. Comrade, recently Manipur, it's a very violence in... Yeah. You see, the present crisis of the double engine government, both center and state, is now ruled by BJP, you know well. There is some hidden agenda about the crisis. As you know, from the very outset, we demand both the government to bring a solution through political measures. And as you know well, Manipur is a part and parcel of India. So our beloved Prime Minister, our Honorable Prime Minister, should look after carefully. And if they want to bring a solution, it can be done within a short period. But as you know well, from the very beginning, our Prime Minister and even Home Minister, they don't take much attention to the crisis, and they are playing delaying tactics. And I hope their dubious character, their insincere, dishonest people of Manipur have no faith to both central government and state government. You see, in the recently many crises are there, as you know well, and we always demand the central and state government
killing and counter-killing. Burning and counter-burning is not the solution. And now, as you have know well, many paramilitary forces, Central Armed Police Forces are now imposing in Manipur. But this is not the way out to solve the problem. What is the better solution of this? Better solution is to call to hold the assembly properly and talk together, discuss together what are the differences. തീർച്ചയായും കേന്ദ്രം വേണ്ട രീതിയിൽ ഈ പ്രശ്നത്തെ കാണണമെന്നുള്ളത് തന്നെയാണ് CPIയുടെ നിലപാട്. ഒപ്പം തന്നെ ഈ കൂടുതൽ സുരക്ഷാ സേനയെ ഇറക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടികളൊന്നും യഥാർത്ഥത്തിലുള്ള ഈ പ്രശ്നത്തിനൊരു പരിഹാരമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദറിനൊപ്പം വിനീത VG 24. വിനീത വിജിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ വാർത്താ സംഘം മണിപ്പൂരിൽ തുടരുകയാണ്. മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങളുടെ നേർചിത്രം പ്രേക്ഷകരിലേക്ക് തുടർന്ന ദിവസങ്ങളിലും ഈ വാർത്താ സംഘം എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരുടെ കുറവ് അനുഭവപ്പെട്ടു. അത് ശരിക്കും സാധാരണ പതിവില്ല. ഈ മണ്ഡലകാലത്തൊക്കെ ഒരുപാട് ആളുകൾ ശബരിമലയിലേക്ക് ചെല്ലേണ്ടതാണ്. എന്താ സംഭവിച്ചത് നോക്കാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടകരുടെ വരവിൽ വളരെ കുറവുണ്ടായി. 70,000 അയ്യപ്പ ഭക്തന്മാർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു. പക്ഷേ ആകെ എത്തിയത് 50,000 ഭക്തന്മാർ മാത്രമാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ്. ഇന്നലെയും ഇന്നുമാണ് സന്നിധാനത്ത് ഏറ്റവും കുറവ് തീർത്ഥാടകരെത്തിയത്. വെർച്വൽ ക്യൂ വഴി പ്രതിദിനം 70,000 ബുക്കിംഗ് ഉണ്ടെങ്കിലും 5,000 മുതൽ 10,000 വരെ തീർത്ഥാടകർ പല ദിവസങ്ങളിലും എത്താറില്ല. സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള ശരാശരി ദർശനവും 5,000 ആണ്. അതേസമയം 18-ാം പടി വഴി ഒരേ സമയം കൂടുതൽ ഭക്തരെ കയറ്റിവിടാനായത് തിരക്ക് നിയന്ത്രിക്കാൻ സഹായകമായെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ. ഒരു ക്രമീകരണം വെച്ചത് അതൊരു നമ്പേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ചില ദിവസം 70,000 ഉള്ള അലുക്കൂൾ വന്നിട്ടുണ്ട്. ഒരു ദിവസം 75,000 ആളുകൾ ദർശനം നടത്തി പോയി. അപ്പോൾ അത് ഡിപ്പെൻഡിങ് ആണ്. അപ്പം വരാത്തത് അവരുടെ പല പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം. ഇവിടെ ദർശനം സാധ്യമല്ല എന്നൊരു കരുതാൻ കഴിയില്ല. സീസൺ തുടങ്ങി ഇതുവരെ 4 ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തി മടങ്ങിയത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാതെ എത്തിയാൽ ദർശനം നടത്താൻ കഴിയുമോ എന്ന ആശങ്കയും തീർത്ഥാടകർക്കുണ്ട്. എന്നാൽ ആധികാരിക രേഖയുമായി വരുന്ന ഒരു ഭക്തരെയും മല കയറ്റാതെ മടക്കി അയക്കില്ല എന്നാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശദീകരണം. അവധിയായതിനാൽ ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തരെത്തുമെന്നാണ് പ്രതീക്ഷ. 24 സന്നിധാനം. ആഗോള മലയാളി ശൃംഖല 24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന 100 വീടിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിലെ 4ാമത്തെ വീടിൻ്റെ കല്ലിടൽ ചടങ്ങ് നടന്നു. മാവേലിക്കര താലൂക്കിൽ തെക്കേക്കര പഞ്ചായത്തിലെ സന്തോഷിനാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഏതു സമയത്തും നിലംപൊത്താവുന്ന പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലായിരുന്നു 2 പെൺകുട്ടികളടങ്ങുന്ന സന്തോഷിന്റെ കുടുംബം ദുരിത ജീവിതം നയിച്ചിരുന്നത്. 24 കണക്ട് പ്രതിനിധികളാണ് ഇവരുടെ ദാരുണ അവസ്ഥ 24 കണക്റ്റിന്റെ ഭവന പദ്ധതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇപ്പോൾ ആ കുടുംബത്തിന് ആശ്വാസത്തണൽ ഒരുക്കുകയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന്. ഗൃഹനാഥൻ സന്തോഷ് തന്നെ കല്ലിടിൽ കർമ്മം നിർവഹിച്ചു. പുതിയ വീട് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. വളരെ നാളുകളായി ഞാനൊരു വീടിന് വേണ്ടി നടന്നു. അത് എനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് 24 കണക്റ്റും ചിറ്റിലപ്പള്ളിയും ചേർന്ന് നൽകുന്ന ഈ ഒരു ഭവന പദ്ധതിയിൽ പങ്കാളിയാകാൻ സാധിച്ചു. ഭവനരഹിതർക്ക് വീട് വെച്ചു നൽകുന്ന 24 കണക്റ്റിന്റെ പദ്ധതിക്ക് തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാർ ആശംസകൾ നേർന്നു. ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭവനം നിർമ്മിച്ചു കൊടുക്കാനുള്ള 24 കണക്റ്റിൻ്റെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും പ്രതിബദ്ധതയെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയും എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. 24 കണക്ട് മാവേലിക്കര താലൂക്ക് കോർഡിനേറ്റർ ശ്രീലേഖ, 24 കണക്ട് തെക്കേക്കര പഞ്ചായത്ത് കോർഡിനേറ്റർ ദീപ എന്നിവർ പങ്കെടുത്തു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന ആദ്യഘട്ടത്തിൽ ഭവനരഹിതരായ 100 പേർക്കാണ് വീട് വെച്ച് നൽകുന്നത്. ഭവനരഹിതരായ കുടുംബത്തിന് കരുതലിന്റെ കൈത്താങ്ങ്. 24 ആലപ്പുഴ. ഇനി നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, അറിയിപ്പുകൾ, നാളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന്. കേരളം നാളെ. മുനമ്പം വഖഫ് ഭൂമി തർക്കത്തിൽ സർക്കാരിൻ്റെ ഉന്നതതല യോഗം നാളെയാണ്. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ മരണത്തിൽ നാളെ KSUവിൻ്റെ പ്രതിഷേധമുണ്ട്. പത്തനംതിട്ടയിൽ നാളെ വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം ചെയ്തു.
സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നാളെ മലപ്പുറം ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. 24 പരാതികൾ സിറ്റിംഗിൽ പരിഗണിക്കും. കൊല്ലം മനയിൽ കുളങ്ങര ഗവൺമെന്റ് വനിതാ ITയിൽ ആഗ്രോ പ്രോസസിംഗ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഒഴിവുണ്ട്. ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക്. ശനിയാഴ്ച നമുക്ക് ഇലക്ഷൻ റിസൾട്ട് പൊളിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കണം. രാവിലെ 5 മണി മുതൽ നമ്മൾ സംപ്രേഷണം ആരംഭിക്കും. ഇനി വാൽകൃഷ്ണം. മന്ത്രി സജി ചെറിയാൻ്റെ പല പ്രതികരണങ്ങളും അദ്ദേഹത്തെയും പാർട്ടിയെ നന്നായി വീട്ടിലാക്കിയിട്ടുണ്ട്. മല്ലപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിലേക്ക് വരെ എത്തിച്ചു കളഞ്ഞു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ പുനരന്വേഷണത്തിന് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. പ്രസംഗിച്ച് വായിൽ കിടക്കുന്ന നാവ് കാരണം പുലിവാലി പിടിച്ചു നമ്മുടെ മന്ത്രി സജി ചെറിയാൻ. കാണാം അഫ്സലിൻ്റെ വാൽകൃഷ്ണം. കൈവിട്ട ആയുധം വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റൂല. സ്വന്തം നാവ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മന്ത്രി ഉണ്ട് നമുക്ക്. സാംസ്കാരിക മന്ത്രിയാണ്. പക്ഷെ എന്ത് എവിടെ എപ്പോൾ പറയണമെന്ന് മൂപ്പർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. നമ്മളെ നാട്ടിൽ കൃഷി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ സിൽവർ ലൈനിന് ബഫർ സോൺ ഇല്ല എന്ന് പറയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ പീഡന കേസിൽ പെട്ടവരുണ്ടെങ്കിൽ ഓരൊക്കെ നല്ല മനുഷ്യരാന്ന് പറയാം. ഒരു പ്രത്യേക സ്വഭാവം. സാധാരണ നേതാക്കന്മാര് വേറെ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് ഇടങ്ങേറാവല്. പക്ഷെ ഇവിടെ വിഷയം അതല്ലല്ലോ. ഭരണഘടനയോടാണ് മൂപ്പര് കളിച്ചത്. സജി സഖാവേ, സഖാക്കളൊക്കെ ടെൻഷനിലാണ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ഈ ഹോബി മൂപ്പര് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇവർ വ്യാപകമായി നടപ്പാക്കി, ഇപ്പോഴും നടപ്പാക്കി വരികയാണ്. ഇങ്ങനെ വ്യാപകമായിട്ട് സഖാവിന്റെ ഈ നടപ്പാക്കൽ കാരണമാണ് ഇന്ന് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നത്. പ്രതീക്ഷിക്കുന്നു അപ്രതീക്ഷിതമായിട്ട് മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അങ്ങനെ ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ചതിൽ അന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞു. എന്നിൽ അതിയായ പ്രയാസവും ദുഃഖവും ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ പ്രസംഗിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. അങ്ങനെ ആർക്കെല്ലാം ഇതിനകത്ത് എന്തെല്ലാം ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റും? അതെല്ലാം കാര്യമാണ്. ഓഡിയോ മാത്രമൊന്നുമല്ല, നിങ്ങൾ പ്രസംഗിക്കണ വീഡിയോ തന്നെയുണ്ട്. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? വിവരക്കേട് സമയം നോക്കാതെ നാക്കിൽ മുളയ്ക്കുന്ന സൂക്കറുണ്ട് എനിക്ക്. നമ്മൾ വളരെയേറെ ആശങ്കാകുലരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് നമ്മളിപ്പോ പെട്ടു. ഇനിയിപ്പോ ഇതിന്ന് കരകയറാൻ എന്താ ഒരു മാർഗം? അങ്ങനെ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പല തലങ്ങളിലുള്ള ചർച്ചകളാണ് പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ശരി. അപ്പൊ അന്വേഷണം നടക്കുന്ന സ്ഥിതിക്ക് നമ്മൾ രാജിവെക്കണ പരിപാടി ഇല്ലേ? എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. അപ്പൊ രാജി ഉണ്ടാവൂല. കഠിന അധ്വാനം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. മന്ത്രിയായി, പേരും പണവുമായി. ഇപ്പൊ ഇത് അന്തിമ വിധിയൊന്നും അല്ലല്ലോ. അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്താ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് വിഷമിക്കേണ്ട. നിങ്ങളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവില്ല. ഒരു തീരുമാനമില്ല. ഇപ്പൊ മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്, എന്റെ ജോലി. അല്ല സാറേ, അപ്പൊ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്വേഷണം നേരിടുന്നത് ആ അന്വേഷണത്തെ ബാധിക്കും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അന്ന് രാജിവെച്ചത്? അങ്ങനെ ആർക്കെല്ലാം ഇതിനകത്ത് എന്തെല്ലാം ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റും? അതെല്ലാം കാര്യമാണ്. അല്ല, അത് നിങ്ങൾ പറഞ്ഞതാണ്. അതൊന്ന് കണ്ടോക്കി. ഞാൻ മന്ത്രിയായിരുന്നാൽ സ്വതന്ത്രമായ അന്വേഷണം അല്ലെ സ്വതന്ത്രമായ തീരുമാനം വരുന്നതിന് ചിലപ്പോൾ തടസ്സം. അതുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സ്ഥാനത്ത് തുടരുന്ന ധാർമ്മികമായി ശരിയല്ല. അതുകൊണ്ട് രാജി. അപ്പൊ എങ്ങനെ ഇപ്പൊ ധാർമ്മികത ഇല്ലേ? ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതായത് ജീവിതത്തിൽ ഈ ധാർമ്മികത 1-2 വട്ടമൊക്കെ മതി എന്നാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത്. കേട്ടാൽ നമുക്ക് മനസ്സിലാവുക. ഞാൻ പറഞ്ഞത് അതിന്റെ സേഫ്റ്റി സോണാണ്. അപ്പൊ സജി ചെറിയാന് ഇനി എന്തൊക്കെ പറയുന്നത് മൂപ്പർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്വേഷണം കഴിഞ്ഞിട്ട് പറയാം. ഈ വാൽകൃഷ്ണത്തോടെ പ്രൈം ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.